ഡോഗ്സോ മറ്റ് പെറ്റ്സിലുള്ള ചില്ലുകൾ അഥവാ മൈറ്റ്സിൻ്റെ ബൈറ്റ് നമുക്ക് ഇന്ന് വളരെ കോമൺ ആയി കാണുന്നതാണ്. പെറ്റ്സ് നമ്മളെ കാണുമ്പോൾ നമ്മളുള്ള സ്നേഹത്തിൽ നമ്മുടെ ദേഹത്ത് ചാടി കയറുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഈ കടിച്ചതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് റെഡ്നെസ് വലിപ്പം വെക്കുക, അതിന് വീൽ റിയാക്ഷൻ എന്നാണ് മെഡിക്കൽ ടേംസിൽ പറയുക. നിങ്ങളുടെ പെറ്റ്സിനെ പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത്. പെറ്റ്സ് നമ്മുടെ എല്ലാം ഒരു ലെഷർ ടൈമിലെ ഹോബിയോ അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒന്നോ ആണ്. എന്നാൽ ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡോഗ്സോ മറ്റ് പെറ്റ്സിലുള്ള ചില്ലുകൾ അഥവാ മൈറ്റ്സിൻ്റെ ബൈറ്റ് നമുക്ക് ഇന്ന് വളരെ കോമൺ ആയി കാണുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡിനെ പറ്റി നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ പെറ്റ്സിൽ വളരെ കോമൺ ആയി കാണുന്ന, എനിക്കും വലിയ ഐഡിയ ഇല്ലായിരുന്നൊരു കാര്യമാണ്. എനിക്കൊരു പെറ്റുണ്ട്. അതിനെ ഈ പുറത്തു പോകാതെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്. ഇതിനെങ്ങനെ മൈറ്റ് വന്നു എന്ന് ഞാൻ വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടിയാണ് ഇതിലേക്കൊരു എത്താൻ ഉണ്ടായ കാരണം. നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും നടക്കുന്ന റോഡ് സൈഡിൽ നമ്മുടെ ഡ്രസ്സിൽ ഈ മൈറ്റ്സിൻ്റെ എഗ്സ് പലപ്പോഴും കിടക്കുകയും ഇത് നമ്മൾ മേലെ ചാടി കയറുമ്പോൾ ഇതിൻ്റെ ദേഹത്തേക്ക് ഇത് സ്പ്രെഡ് ആവുകയാണ് യൂഷ്വലി സംഭവിക്കുന്നത്. ഇത് ഡോഗ്സ് ടു ഡോഗ് ഇത് വരാം. കാരണം ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ഡോഗ്സ് യൂറിനേറ്റ് ചെയ്ത സ്ഥലത്തൂടെ നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ ഡ്രസ്സിൽ അതിൻ്റെ എഗ്സ് പറ്റി പിടിക്കുകയും പെറ്റ്സ് നമ്മളെ കാണുമ്പോൾ നമ്മളുള്ള സ്നേഹത്തിൽ നമ്മുടെ ദേഹത്ത് ചാടി കയറുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള മൈറ്റ്സ് അങ്ങനെ നമ്മുടെ വീട്ടിനുള്ളിൽ എത്തിപ്പെടുകയും അതിൻ്റെ ബൈറ്റ്സ് നമുക്ക് ഏൽക്കുകയും വളരെ സാധാരണമാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സോപ്പ്, അത് ഡെറ്റോൾ സാവ്ലോൺ ആണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ സാധാരണ സോപ്പ് ഉപയോഗിച്ച് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. ഐസ് പാക്സ്, ഒരു തുണിയിൽ പൊതിഞ്ഞ ഐസ് പാക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഉള്ളത്, നമ്മുടെ വീട്ടിൽ കലാമിൻ പോലത്തെ ഉള്ള ലോഷൻസ് അവൈലബിൾ ആണെങ്കിൽ ഈ ഐസ് പാക്ക് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനത്തെ കലാമിൻ ലോഷൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ ഇച്ചിങ്ങോ വലിയ ബുദ്ധിമുട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻസ് പലപ്പോഴും ആൾക്കാർ അഡ്വൈസബിൾ അല്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ആവിൽ സിട്രസിൻ പോലെയുള്ള ആൻറ്റിഹിസ്റ്റമിൻ ഡോക്ടർമാർ പറയാതെ തന്നെ പലരും കഴിക്കുന്നതാണ്. അത് തീർച്ചയായും ചൊറിച്ചിൽ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആൻറ്റിഹിസ്റ്റമിൻസ് വളരെ നല്ല ഒരു ചൊറിച്ചിൽ ബുദ്ധിമുട്ട് മാറാൻ നല്ലതാണ്. ഇനി എപ്പോഴാണ് നിങ്ങളിതിന് ഡോക്ടറെ കണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടിച്ചതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് റെഡ്നെസ് വലിപ്പം വെക്കുക, അതിന് വീൽ റിയാക്ഷൻ എന്നാണ് മെഡിക്കൽ ടേംസിൽ പറയുക. അത് ഇങ്ങനെ തിണർത്ത് വരുന്ന, അതിപ്പോൾ എന്തെങ്കിലും കൊതുക് കടിച്ചിട്ട് തിണർക്കുന്ന പോലെ ആ ഏരിയ വലുതായിക്കൊണ്ടിരിക്കും. സാധാരണ ഒരു കൊതുക് കടിച്ചാലും നമ്മൾ പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് വരികയെങ്കിലും ഈ മൈറ്റ്സ് കടിച്ചിട്ട് ഏരിയ ഇൻഡ്യൂറേഷൻ വലുതാവുകയോ പനി വരികയോ, കാരണം പല മൈറ്റ്സും പല ഫീവറും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരിക. പിന്നെ ഈ കടിച്ച ഭാഗത്തു നിന്ന് പഴുപ്പോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ഫർദർ ചികിത്സ ചെയ്യേണ്ടതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പെറ്റ്സിനെ പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ പെറ്റിനെ എവരി 6 months ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത്തവണ കൊണ്ടുപോയപ്പോഴാണ് ഇതിന് സിവിയർ മൈറ്റ് ഇൻഫെസ്റ്റേഷൻ ആണെന്ന്. എന്നാൽ ഒരു വരെ ഫറുള്ള ഡോഗാണ് ലാബ്രഡോർ. അതിൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ അവരെടുത്ത് കാണിച്ചപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഡെയിലി കുളിപ്പിക്കുകയും നമ്മുടെ കൂടെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന അതിൻ്റെ ദേഹത്തുനിന്ന് അറൗണ്ട് ഒരു ഒത്തിരി, ഐ കാൺ കൗണ്ട്, അത്രയും മൈറ്റ്സ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന കണ്ടപ്പോൾ ഈവൻ പലപ്പോഴും നമ്മളുടെ ഒരു അശ്രദ്ധ കാരണം ആ പെറ്റിനും അനുഭവിക്കേണ്ടി വന്നു. നമുക്കും ഒരുപക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുരക്ഷയോടൊപ്പം പെറ്റിൻ്റെ സുരക്ഷയ്ക്കും അത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ബൈറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യുക. പിന്നെ അത് പ്രിവെൻഷന് വേണ്ടിയിട്ട് ഈ മൈറ്റിനെ ഒരു വെറ്റിനറി സർജനെ കാണിച്ച്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പെറ്റിന് മന്ത്ലി വൺസ് ഒരു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് മൈറ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തുമെന്ന് വിചാരിക്കുന്നു. നന്ദി.